അമ്മ അമ്മായിയമ്മയായി എന്നാണ് ഇപ്പൊ തോന്നുന്നത്. അമ്മായിയമ്മ മോശപ്പെട്ട വാക്കല്ല, പക്ഷെ നമ്മുടെ ഒരു സാധാരണ ശൈലിയിൽ അമ്മായിയമ്മയ്ക്കെതിരെയാണല്ലോ പറയാ. അമ്മായിയമ്മ എന്നല്ലേ സിനിമ. എന്താണ് അമ്മയിൽ സംഭവിക്കുന്നത് എന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമായി മാറിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരുപക്ഷെ സിനിമക്കാർ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കുകളോ അല്ലെങ്കിൽ അതിനിടയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ സിനിമയുമായി ബന്ധപ്പെട്ട സംഗതികളോ അങ്ങേയറ്റം പോയാൽ സിനിമാ നടൻ സിനിമാ നടിയെ മറ്റേ കോൺട്രാക്ട് കൊടുത്ത് റേപ്പ് ചെയ്ത കഥയോ ഒക്കെ വരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പം അതൊന്നുമല്ല. ഇപ്പം അമ്മയിലെ പ്രശ്നം അമ്മയെ മാത്രം സിനിമയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പൊ ശ്വേതാ മേനോനും അതുപോലെ അവരൊക്കെ കുക്കു പരമേശ്വരൻ പോലെയുള്ള ആളുകളൊക്കെ അതിന് നേതൃത്വത്തിൽ വന്നു. ആളുകളൊക്കെ ആഘോഷിച്ചു. സ്ത്രീകൾ അമ്മയുടെ നേതൃത്വത്തിൽ വന്നു. മോഹൻലാലും അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇതാ വന്നിരിക്കുന്നു. പക്ഷേ അവരെ പറ്റി ഇപ്പൊ വന്നിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഗുരുതരമായ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന് ഒരു വർഗീയ മുഖച്ഛായ വന്നിരിക്കുന്നു. അതാണ് കേരളത്തെ ഞെട്ടിക്കുന്നത്. എല്ലാം മതാധിഷ്ഠിതമായി വർഗീയമായി കാണുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കേരളത്തിലെ സിനിമയും മാറിയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഈ ആരോപണത്തിന്റെ പോക്ക് വളരെ 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 വ്യത്യസ്തമായ രീതിയിലാണ്. അൻസിബ എന്ന് പറയുന്ന ഇതിൽ തന്നെ ഭാരവാഹികളിൽ ഒരാളായിരുന്ന അൻസിബയ്ക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം ഒരു വശത്ത് ഉന്നയിക്കുന്നു. അൻസിബ പറയുന്നു തന്നെ ജിഹാദിയാക്കാൻ അല്ലെങ്കിൽ വർഗീയവാദിയാക്കാൻ ഒരു സംഘം ആളുകൾ അമ്മയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. എന്നുവെച്ചാൽ ശ്വേതാമേനോൻ അടക്കമുള്ള ആളുകൾ. പക്ഷെ ശ്വേതാമേനോൻ എന്ന് പറയുന്നു എനിക്ക് BJP ആയിട്ടോ CPM ആയിട്ടോ കോൺഗ്രസ് ആയിട്ടോ ഒന്നും ഒരു ബന്ധമില്ല, ഞാൻ സ്വതന്ത്ര നിലപാടുള്ള ആളാണെന്ന് പറയുന്നു. അപ്പൊ എന്തായാലും അതിപ്പോ ടിനി ടോമും എല്ലാവരും കൂടി നമ്മളൊക്കെ കാര്യമായി കാണുന്നതാണ്. ചേരി തിരിഞ്ഞായി അടി, കൃത്യമായ ചേരിയായി. അമ്മയുടെ പ്രധാന നടന്മാരൊന്നും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ദിലീപിനൊന്നും ഒരു വർത്തമാനമില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല, നോക്കിയിട്ടില്ല. അതിനിടയ്ക്ക് ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി. കോടതി പറഞ്ഞു അഡ്ഹോക് കമ്മിറ്റി പറ്റില്ല, കാരണം ശ്വേത രാജിവെച്ചു എന്ന് പറയുകയും എന്നാൽ രാജി എഴുതി കൊടുക്കാതിരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ശ്വേത രാജിവെച്ചിട്ടില്ല എന്നാണ് വേറൊരു വാദം. ഞാൻ അതിന്റെ സാങ്കേതികത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ എറണാകുളത്തെ BJPയുടെ നേതാവ് കൂടിയായ പത്മജ എസ് മേനോൻ അതിഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. അദാനി ഇവരുടെ ഈ അമ്മയുടെ പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ട നടിമാരെ രക്ഷിക്കാനും നടന്മാരെ രക്ഷിക്കാനും വയ്യാത്തവരെ സഹായിക്കാനുമായി 15 കോടി രൂപയുടെ ഫണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്കത് ക്ലിയർ അല്ല. എന്തായാലും അത് ഇപ്പൊ വലിയ വിവാദമായി. ശ്വേതാ മേനോൻ അധ്യക്ഷയായിരിക്കുന്ന ആ സമിതിക്കാണ് അത് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വാങ്ങി വംശീയമായ വർഗീയമായ വിദ്വേഷം പടർത്തുകയായിരുന്നു ശ്വേതാ മേനോൻ അടക്കമുള്ള അമ്മയുടെ നേതൃത്വം എന്നാണ് ഇപ്പൊ മാലാപാർവതിയും അൻസിബയും അടക്കമുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പത്മജയുടെ ആരോപണം, പത്മജ പറഞ്ഞ കാര്യം ആരോപണമല്ല, പത്മജ പറഞ്ഞ കാര്യം. പത്മജ ശ്വേതാ മേനോനെ സപ്പോർട്ട് ചെയ്താ പറഞ്ഞത്. ശ്വേതാ മേനോൻ ഇതിനെ അമ്മയെ വലിയ സംഘടനയാക്കും, അദാനി പോലും അമ്മയ്ക്ക് സംഭാവന കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അദാനി ഇപ്പോ ആർക്കും വേണ്ടപ്പെട്ടവരാണോ അറിയില്ല, പാർട്ട്ണറായിരുന്നു കുറെ ആളുകൾക്കൊക്കെ കുറച്ച് മുമ്പ്. ഇപ്പൊ അദാനിക്ക് എന്തോ കുഴപ്പമുള്ള മാതിരിയാണ്, അറിയില്ല. എന്തായാലും സിനിമയെ നന്നാക്കാൻ അദാനി പൈസ കൊടുക്കുന്നു. അങ്ങനെ അദാനി പൈസ മുടക്കുന്നു എന്നുള്ളത് വന്നതോടുകൂടി അദാനിയുടെ ചില താല്പര്യങ്ങൾ അതിലേക്ക് കടന്നു വരുന്നു. അതിന്റെ ഭാഗമായാണ് ഇസ്ലാമോഫോബിയ പോലെയുള്ള വിഷയങ്ങൾ അമ്മയിൽ വരുന്നത്. ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമുള്ളത്. കലാകാരന്മാരുള്ള, വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിലെ കലാകാരികളുള്ള ഒരുപാട് പേർ അതിന്റെ ഉപജീവനം കഴിക്കുന്ന സിനിമയുടെ ലോകത്തെ ഏറ്റവും പണമുണ്ടാക്കുന്ന സിനിമാ നടിമാർ അവരുടെ സംഘടനയാണ് അമ്മ. ആ സംഘടന ഇപ്പോൾ വർഗീയമായ ചേരിതിരിവിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. ഒരാളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നടത്തുന്ന ഒരു സംഘടനയായി അമ്മ മാറി എന്നത് കേവലം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെയോ സിനിമയുടെയോ മാത്രം പ്രശ്നമല്ല, കേരളീയ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിന്റെ ഒരു പ്രകടിത രൂപമായി ഞാൻ ഇതിനെ കാണുന്നു. അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി വേണം. കാരണം സിനിമയുടെ ലോകത്ത് ഏറ്റവും ജനങ്ങളുടെ ഇടയിൽ കുറെ സ്വാധീനമുള്ള ആളുകളാണ് സിനിമക്കാർ. ലോകത്ത് ഇത്തരത്തിലുള്ള വംശീയ വർഗീയ വിദ്വേഷം
അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ച് വളർന്നു വരിക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം.